ഇന്ന് ഞങ്ങൾ ബെല്ലൂസ് ഫാമിൽ വന്നിരിക്കുകയാണ് സ്ട്രോബെറി പിക്ക് ചെയ്യാൻ. ഇവിടെ സമ്മർ ആയിക്കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. അപ്പം ഇത് ജൂലൈ 4-ാം തീയതി ഓപ്പൺ ആയി. സ്ലോട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ സ്ലോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബെല്ലൂസ് ഫാമിലേക്ക് സ്ട്രോബെറി പിക്ക് ചെയ്യാൻ പോകാം. ഇവിടെ സ്ലോട്ട് കിട്ടണമെങ്കിൽ 48 മണിക്കൂർ മുമ്പാണ് ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾ ഒരു ഞായറാഴ്ചയാണ് പോയത്. അപ്പോൾ ഞായറാഴ്ചത്തേക്ക് വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് സ്ലോട്ട് ഓപ്പൺ ആക്കി. ആ സ്ലോട്ട് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ഞാൻ ബുക്ക് ചെയ്യാൻ നോക്കി. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ 9 മണിയുടെ സ്ലോട്ട് 9:30യുടെ സ്ലോട്ടൊക്കെ അപ്പം തന്നെ ക്ലോസ്ഡ് ആയിരുന്നു. അതെല്ലാം അപ്പം തന്നെ ബുക്കിംഗ് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്രയും ബുക്കിംഗ് വന്നത്. അത് കഴിഞ്ഞ് 10:30യുടെ സ്ലോട്ടാണ് ഞങ്ങളെടുത്തത്. അപ്പോൾ സ്ലോട്ട് എടുത്തു. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ബാസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പം ഇത് അവിടെ സ്ട്രോബെറി പറിച്ചിട്ട് അവർ കൊണ്ടുപോകുന്നതാണ്. അപ്പം ഞങ്ങൾ ബാസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ബാസ്ക്കറ്റ് അവിടെ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ ബാസ്ക്കറ്റിന് ഒരു $3 അതിന് വരുന്ന വില. അപ്പം അത് കൊടുത്തെടുത്തു. പിന്നെ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് $13 നമ്മൾ പേ ചെയ്യേണ്ടത്. അതിപ്പം ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരാൾക്ക് ചെയ്തിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് സ്ട്രോബെറിയൊക്കെ പിക്ക് ചെയ്ത് സ്ട്രോബെറിയുടെ പൈസ കൊടുക്കുന്ന സമയത്ത് അടുത്ത നമ്മൾ എത്ര പേരെ കൊണ്ടുപോയിട്ടുണ്ടോ അത്രയും പേരുടെ എമൗണ്ട് കൊടുത്താൽ മതി. $13 വെച്ചാണ് ഒരാൾക്ക് വരുന്നത്. പിന്നെ നമുക്കിപ്പം വാവയുടെ സ്ട്രോളർ നമുക്ക് അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോകാനായിട്ട് കുറച്ച് ആ പാടത്തിൽ കൂടെ പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ട്രോളർ തള്ളിക്കൊണ്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്മുടെ നാട്ടിലെ JCBയുടെ ഫ്രണ്ടിലെ പോലത്തെ കോരുന്ന സാധനത്തിൻ്റെ അകത്ത് അവൻ്റെ സ്ട്രോളർ വെച്ചു. എന്നിട്ട് നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഇത്രയും പേരെ ഈ വണ്ടിക്കകത്ത് ആ ടൈമിൽ പോകാനായിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെപ്പോലെ തന്നെ വേറൊരു വാവയുള്ളൊരു ഫാമിലി അവരുടെ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ ഫാമിലി ഉണ്ടായിരുന്നു, ഞങ്ങളുണ്ടായിരുന്നു, പിന്നെ ഒരു അമ്മയും മോളും ഉണ്ട്, പിന്നെ ഒരു ലേഡിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഇതവിടെ ആ വണ്ടിക്കകത്തിരുന്ന സ്ട്രോബെറിയാണ്. അപ്പം വണ്ടിക്കകത്തിരുന്ന സ്ട്രോബെറി അപ്പോൾ കയറിയപ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഓണർ. കാരണം പുള്ളി ആണെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളി അവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഹായ് ഒക്കെ പറഞ്ഞ് എൻജോയ് എന്നൊക്കെ പറഞ്ഞ് വിടുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. അപ്പോൾ അവനോട് അടങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അവൻ കരയോ ബഹളം വയ്ക്കുമോ എന്നൊക്കെ. പക്ഷെ കുഴപ്പമില്ല, വണ്ടിക്ക് അത് കയറിയിട്ട് അടങ്ങിയിരിക്കുക. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ടിങ് സ്ട്രോബെറിയുടെ ഈ ഫീൽഡ് ഇങ്ങനെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. അവിടെ ഇത് മറ്റേ കച്ചി റോൾ ചെയ്ത് വെച്ചിരിക്കുക. കച്ചി ഇങ്ങനെ റോളാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഈ കാണുന്നതൊക്കെ സ്ട്രോബെറിയുടെ അവർ നട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊന്നും ആയിട്ടില്ല, സ്ട്രോബെറി ഇതായിട്ടില്ല. നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ ഇവർ ഈ വണ്ടിക്കകത്ത് നമ്മളെ കൊണ്ടുപോകും. ഇപ്പോൾ 2 സൈഡിൽ ഇങ്ങനെ പാടം പോലെ ഇങ്ങനെ കിടക്കുക സ്ട്രോബെറിയുടെ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കുറേ ദൂരം ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പറിക്കാറാവുന്ന ആ സ്ഥലം. ഇതിൻ്റെ ഇടയ്ക്ക് റാസ്ബെറിയുടെയൊക്കെ ഫാമിൻ്റെ എഴുതിയിരിക്കുന്ന കണ്ടു കേട്ടോ. റാസ്ബെറിയുടെ ഒന്നും ആയിട്ടില്ല, അത് ആയിട്ടില്ലെന്നാണ് തോന്നുന്നത്. അപ്പം നമ്മളിവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മളെ അപ്പോൾ അവിടുത്തെ ഒരു കോർഡിനേറ്റർ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെ ഓരോ വരിയായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ 2 പേർക്ക് ഒരു വരിയാണ് തരുന്നവർ. അപ്പോൾ നമ്മുടെ കൂടെ അവർ കോർഡിനേറ്റർ വരും. കോർഡിനേറ്റർ വന്നിട്ട് നമ്മൾക്ക് കാണിച്ചു തരും ഏത് വരിയാണ് നമ്മൾ നിൽക്കേണ്ടതെന്ന്. അപ്പോൾ ആ വരിയിൽ നിന്ന് നമുക്ക് സ്ട്രോബെറി പിക്ക് ചെയ്യാം. ആ വരിയിൽ എന്തുമാത്രം സ്ട്രോബെറി ഉണ്ടോ അത്രയും സ്ട്രോബെറി നമുക്ക് പിക്ക് ചെയ്തെടുക്കാം. അതിനിങ്ങനെ നമുക്ക് ഇത്ര നേരം കൊണ്ട് പിക്ക് ചെയ്തെടുക്കണം അങ്ങനെയൊന്നുമില്ല. പിക്ക് ചെയ്ത് കളയണം അല്ല, പിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു ടൈം ലിമിറ്റ് അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് എത്ര നേരം വേണമെങ്കിലും എടുക്കാം, അത് പറിച്ചെടുക്കാനുള്ള ടൈം. അപ്പോൾ അവർ നമ്മളെ കാണിച്ചു തരും എങ്ങനത്തതാണ് പറിക്കേണ്ടത്. അപ്പം ഇച്ചിരി പഴുത്തത് കാണും, ഒട്ടും പഴുക്കാത്തത് കാണും, കുഞ്ഞ് സ്ട്രോബെറി കാണും, നല്ല ചുവന്ന സ്ട്രോബെറി, നല്ല വലിയ സ്ട്രോബെറി കാണും. അപ്പോൾ അത് നമ്മളെ കാണിച്ചു തരും. അപ്പോൾ ഇത് കാണിച്ചു കൊടുക്കും അവിടെ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനത്തെയൊക്കെയാണ് പറിക്കുന്നത്, എങ്ങനത്തെ പറിക്കരുത്, അപ്പോൾ അത് അവർ പറഞ്ഞു തരും. അപ്പോൾ ഒട്ടും പഴുക്കാത്തതുണ്ടെങ്കിൽ അവിടെ വെച്ചേക്കാൻ പറയും. അപ്പം പറിച്ചിട്ട് കുറച്ച് അവൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അവൻ കഴിക്കത്തൊന്നുമില്ല, ചുമ്മാ വെച്ച് കൊടുത്തു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോ എടുത്തപ്പോഴത്തേക്കും മറ്റേ ഷോർട്സ് എടുക്കുന്ന പോലെ ആയിപ്പോയി, വെർട്ടിക്കൽ ഇതായിപ്പോയി. പിന്നെന്താ, അപ്പോൾ ഇങ്ങനെ ഈ പഴുത്ത കളറിലെ സ്ട്രോബെറിയാണ് നമുക്ക് പറിച്ചെടുക്കാവുന്നത്. അപ്പോൾ പഴുത്ത കളറിലെ സ്ട്രോബെറിയൊക്കെ നമുക്ക് ആ വരിയിലുള്ളത് ഫുള്ള് നമുക്ക് പറിച്ചെടുക്കാം. കാരണം ആ വരിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആ വരിയിലെ മൊത്തം നമുക്ക് പറിച്ചിങ്ങനെ എടുക്കാം. അപ്പോൾ അതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഒത്തിരി ആൾക്കാർ ഇന്ന് പറിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ പോകുമ്പം
ഒരു 6, 7, 8 പേരൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് 2 പേർക്ക് വെച്ച് അവർ ഒരു വരി ഇങ്ങനെ തരും. ഇപ്പോൾ ഒരു വരിയിൽ 2 പേർക്ക് നിൽക്കാം. ഇപ്പോൾ പിള്ളേരുണ്ടെങ്കിൽ ആ പിള്ളേരെ കൂടെ ആഡ് ചെയ്ത് നമുക്ക് നിർത്താം. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ വലിയ പിള്ളേരൊക്കെ ആണെങ്കിൽ ഇത് ഇഷ്ടപ്പെടും. എന്നാൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് പറിച്ച് കഴിഞ്ഞാൽ പറിച്ചിട്ട് അപ്പം തന്നെ നമുക്കത് കഴിച്ചു നോക്കാം. അവിടെ വെച്ച് തന്നെ നമുക്ക് കഴിക്കാം. ഞങ്ങൾ അവിടെ നിന്ന് കുറേയൊക്കെ അകത്താക്കിയായിരുന്നു. കുറേ അകത്താക്കി കഴിഞ്ഞിട്ടാണ് കൊട്ടയ്ക്കകത്തോട്ട് ഇട്ടത്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന സ്ട്രോബെറിയുടെ ആ ടേസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇത് എന്താ പറയുന്നത്, ഫ്രഷ് ടേസ്റ്റ്. അത് വേറൊരു നല്ല മധുരം, നല്ല സ്വീറ്റാണ്. അത് നല്ലൊരു ഇതായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഫാമിൽ നിന്ന് പറിച്ചെടുത്തിട്ട് അതുപോലെ നല്ല എന്താ പറയുക, നല്ല ജ്യൂസിയാണ്, നല്ല മധുരം, നല്ല ടേസ്റ്റുള്ള സ്ട്രോബെറി ആയിരുന്നു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. എനിക്കൊന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കണം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പറിക്കാനായിട്ട്. ഞങ്ങൾ ആ സ്ലോട്ടിൽ ചെന്ന് കഴിഞ്ഞ് ചെല്ലുമ്പോൾ തന്നെ കുറേ പേര് പറിച്ചിട്ട് തിരിച്ച് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും കുറേ പേര് അവിടെ ഉണ്ട്. പിന്നെന്താ, അത് കഴിഞ്ഞിട്ട് കുറേ പേര് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കണം വന്നത്. ഒറ്റ കാര്യമുള്ളൂ, ഇപ്പോൾ ഈ സ്ലോട്ട് ബുക്ക് ചെയ്യാനായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ സ്ലോട്ട് ബുക്ക് ചെയ്യാനായിട്ട് ഒരു 48 hours മുമ്പ്, നിങ്ങൾ എന്നാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ 48 hours മുമ്പ് അതിൻ്റെ സ്ലോട്ട് ഓപ്പൺ ആകുമ്പോൾ തന്നെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്നൊരു ഞങ്ങളുടെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടുന്ന് ഒരു 25 മിനിറ്റ് ദൂരം ഉണ്ടായിരുന്നു ഈ സ്ഥലത്തേക്ക്. പോകുന്ന വഴിയൊക്കെ ആണെങ്കിലും നിറയെ കനോല ഫാമും അതേപോലെ കോണിൻ്റെ പാടങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ ഇവർ മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ വെതറിൽ മഴ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ആ ഫാം അന്ന് ഓപ്പൺ ആക്കത്തില്ല. അപ്പോൾ ഇത് കുറച്ച് പേര് കണ്ടിട്ട് തിരിച്ച് വരുന്നതാണ്. അപ്പോൾ ഞങ്ങളും അവിടെ തിരിച്ചെത്തി. അപ്പോൾ ആ തിരിച്ചെത്തിയ സമയത്ത് ഇവരും തിരിച്ച് വരുവാണ്. അപ്പം ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് അവിടെ ഒരു ചെത്തിപ്പഴം പോലത്തെ ഇത് കണ്ടായിരുന്നു. പക്ഷേ ചെത്തിപ്പഴമല്ല, ബ്ലൂബെറി ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ബ്ലൂബെറിയും അല്ല. അപ്പം റാസ്ബെറി ഫാം ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ റാസ്ബെറിയുടെ ടൈം ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഇനി ചിലപ്പം അടുത്ത മാസം വല്ലതും അത് ഓപ്പൺ ആക്കുമായിരിക്കും. പക്ഷേ ഇത് സ്ട്രോബെറി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല പോകുന്ന വഴിയൊക്കെ കഴിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പിന്നെന്താ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ചെത്തിപ്പഴം പോലത്തെ എന്ന് പറഞ്ഞത്. അതിൽ നിന്ന് ആൾക്കാർ പ്ലക്ക് ചെയ്യുന്നുണ്ട്. കണ്ട ബ്ലൂബെറി പോലെ ഇരിക്കും, പക്ഷേ ബ്ലൂബെറി അല്ല. പിന്നെ നമ്മൾ അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇവരുടെ അടുത്ത് നമ്മൾ പറയണം, ഇവിടാണ് നമ്മൾ വന്നിട്ട് സ്ട്രോബെറി പിക്ക് ചെയ്തത് കാണിച്ചിട്ട് നമ്മുടെ ബുക്ക് ചെയ്ത രജിസ്ട്രേഷൻ ചെയ്ത പേരൊക്കെ പറയണം അവരുടെ അടുത്ത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ പൈസ അവിടെ അടയ്ക്കുകയോ വേണ്ടേ. പിന്നെ പിന്നെ ഇവിടെ അതിൻ്റെ അടുത്ത് തന്നെ അവിടെ ഈ ചെറിയ സ്നാക്ക് ഐറ്റം പോലെ കിട്ടുന്നുണ്ട്, പിന്നെ ജ്യൂസ് ഐറ്റം പോലെ. അപ്പോൾ ഞങ്ങളൊരു സ്ട്രോബെറി ലെമണേഡ് വാങ്ങിച്ചു. അപ്പോൾ സ്ട്രോബെറി ലെമണേഡ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം ഫ്രഷ് നാരങ്ങയും അതുപോലെ സ്ട്രോബെറിയുടെ ഒരു സ്ട്രോബെറി ഇങ്ങനെ ഇടിച്ചിട്ടിരിക്കുന്ന പോലെ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഇതായിരുന്നു. പിന്നെ ഒരു ബണ്ണ് പോലത്തെ വാങ്ങിച്ചു, സിനമണിൻ്റെ ബണ്ണാണ്, വിത്ത് ക്രീം ചീസായിരുന്നു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു ചെറിയൊരു ഫാം പോലെ, ചെറിയൊരു ഫാം എന്നൊക്കെ പറയാൻ പറ്റത്തില്ല, ചെറിയൊരു തൊഴുത്ത് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഒരു 2 ആട്ടിൻകുട്ടികളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുയലുണ്ടായിരുന്നു. പിന്നെ പിള്ളേർ വരുമ്പം പിള്ളേർക്ക് കളിക്കാൻ ഒത്തിരി ഇങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഈ ഒത്തിരി ഇരുന്ന് കളിക്കുന്ന ഗെയിംസ്, ഇൻഡോർ ഗെയിംസൊക്കെ ഒരുപാടുണ്ട്. പിന്നെന്താ, ഇതൊക്കെ പഴയ അവിടുത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന യന്ത്രങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടെ ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ നമ്മുടെ നാട്ടിലെ പോലത്തെ ട്രാക്ടർ, പിന്നെ ഇത് എന്തോ ഒരു യന്ത്രം, പിന്നെ എന്താ പറയുക, ഇതെനിക്ക് തോന്നുന്നു കണ്ടിട്ട് മറ്റേ സ്ട്രോബെറി പറിക്കാൻ എടുത്തുകൊണ്ടിരുന്നാന്ന് തോന്നുന്നു. ഇങ്ങനെ സ്ട്രോബെറി ഇങ്ങനെ പ്ലക്ക് ചെയ്ത് ഫ്രണ്ടിലെ സാധനം കൊണ്ട് എടുത്തിട്ട് അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി ആ ബാക്കിലെ വൈറ്റ് കൊട്ടയ്ക്കകത്തേക്ക് ശേഖരിച്ചിടും. അങ്ങനത്തെ യന്ത്രമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾക്കിത് ചെയ്യാനായിട്ട് ഞങ്ങൾ പോയിട്ടൊന്നുമില്ല. ഇത് ആദ്യമായിട്ട് ചെയ്തതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ. എടാ ഇല്ല, അങ്ങോട്ട് നോക്കണം, നാട്ടിൽ തുണി